എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായിട്ട് കുറേ പേര് കേൾക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നടിപ്പിൻ നായകൻ സൂര്യ ഇസ് ബാക്ക്. ഡൈ ഹാർഡ് വിജയ് ഫാനായ എനിക്ക് ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടമാണ് റെട്രോ. ജിഗർദണ്ഡ ഡബിൾസ് കണ്ടതിന് ശേഷം എനിക്ക് കാർത്തിക് സുബ്രാജിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ആരാധന, ബഹുമാനം, ഇഷ്ടമൊക്കെ തോന്നി. അത് കാരണം റെട്രോയ്ക്ക് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. പക്ഷേ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു പ്രതീക്ഷ എവിടെയൊക്കെയോ കുറച്ച് കുറഞ്ഞു. പക്ഷേ ഇതാണ് പടം, ഇതാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ ഫാൻ ഷോ ആണ് കണ്ടത്. സൂര്യ തിയേറ്ററിൽ കാണിക്കുന്ന ഓരോ നിമിഷവും ആവേശമായിരുന്നു, ആഘോഷമായിരുന്നു, ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു. സൂര്യയുടെ പെർഫോമൻസ് ആസ് യൂഷ്വൽ ടോപ്പാണ്, എടുത്തു വരേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ്റെ സ്ക്രീൻ പ്രസൻസ്, ആ ബൈക്ക് ഓടിക്കുന്ന സീൻ, സ്മോക്ക് ചെയ്യുന്ന സീൻ, ഇൻ്റർവെൽ സീൻ, ഇൻട്രോ സീൻ എന്ന് വേണ്ട ആ റെഡ് കോസ്റ്റ്യൂമായിട്ടുള്ള ഫൈറ്റ് സീൻ എന്നൊക്കെ വെച്ചാൽ ടോപ്പാണ്. പടത്തിൽ മലയാളത്തിൽ നിന്ന് 3-4 ആക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജയറാം, ജോജു ജോർജ്, സുജിത് ശങ്കർ, പിന്നെ റിവീൽ ചെയ്യാത്തൊരാൾ, അങ്ങനെ 3-4 പേര്. അപ്പോൾ ഇതിൽ ജയറാം എന്ന് പറയുമ്പോൾ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് വിമർശനം ഏറ്റുവാങ്ങുന്നൊരു വ്യക്തിയാണ്. അന്യഭാഷകളിൽ പോയിട്ട് കോമാളിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പടത്തിലും പുള്ളിക്ക് കോമഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോള് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കോമാളിയല്ല, നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയെ കാണിക്കുമ്പോഴൊക്കെ തിയേറ്ററിൽ ശരിയായിരുന്നു. പിന്നെ ജോജു ജോർജ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് സൂപ്പറാണ്. ആ ഒരു ഡയലോഗ് ഡെലിവറി എന്നൊക്കെ വെച്ചാൽ. പിന്നെ വില്ലൻ, ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു വില്ലൻ ക്യാരക്ടറിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു. സംഭവം കയ്യിൽ നിന്ന് പോവുമോ, അല്ലെങ്കിൽ ഒരു പൊടിക്ക് ഓവറായാൽ പടത്തിൻ്റെ ആ ഒരു താളം തന്നെ ഒരു വില്ലൻ കാരണം തെറ്റും. പക്ഷേ ഒട്ടും ഓവറല്ലായിരുന്നു. എനിക്ക് കറക്റ്റ് ഫീലിംഗ് ആയിട്ടാണ് തോന്നിയത്. എവിടെയും പുള്ളി കാരണം ആ ഒരു ഫീലിംഗ് തോന്നിയില്ല. മ്യൂസിക് സന്തോഷ് നാരായണൻ, ദ നെയിം ഇറ്റ് സെൽഫ് ഇസ് ഇനഫ്. കനിമ, കണ്ണാടിപ്പൂവേ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ വൺ. എൻ്റെ പൊന്നെ, എന്താണിത്! പാട്ടും ബീജിയും ഒന്നിനൊന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാട്ട്, അതിൽ ദ വൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തിയേറ്ററിൽ രോമാഞ്ചമായിരുന്നു. രോമൊക്കെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. അത്രയും സൂപ്പർ ഐറ്റം. പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് പോയപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോകാമായിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര ബിലീവബിളായിട്ട് നമ്മളെ പിടിച്ചിരുത്തി തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പടത്തിലെ ഫൈറ്റ് കൊറിയോഗ്രഫി. മാൻ, പല പടങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ഇങ്ങനെയെന്നൊക്കെ. ഇപ്പോൾ നമ്മൾ OTT കാണുകയാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടും. ഇപ്പോൾ ലിയോദാസിൻ്റെ എൻട്രി ഫൈറ്റിൽ റോപ്പൊക്കെ ഇട്ട ഭയങ്കര മോശമായിട്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ ഫൈറ്റ് എന്നൊക്കെ വെച്ചാൽ സൂര്യയുടെ മെയ് വഴക്കം എടുത്തു പറയേണ്ട ഒരു സംഭവം കേട്ടോ. റെഡ് കോസ്റ്റ്യൂമിൽ നിങ്ങളൊരു പോസ്റ്റർ കണ്ടില്ലേ, അത് നോക്കി വെച്ചു, ഒരു 1.5 ഫൈറ്റാണ് വരാൻ പോകുന്നത്. പടം മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ എൻ്റെ വായിന്ന് കേട്ടില്ലേ. കൂടുതലൊന്നും പറയാനില്ല, നേരെ തിയേറ്ററിലോട്ട് വിട്ടു.